തളർച്ചയും തകർച്ചയും ജീവിതത്തിലില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഞാനും നിങ്ങളൊക്കെ തളർച്ചയിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകുന്നവരാണ്. തകർച്ചയുടെ വല്ലാത്ത നൊമ്പര നേരത്ത് ദൈവം പറഞ്ഞു തരുന്ന 5 കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, തകർച്ചയുടെ ഇക്കാലവും കടന്നു പോകും എന്ന ഒരു വലിയ സമാശ്വാസത്തിൻ്റെ ചിന്തയോടുകൂടി ദൈവത്തിൻ്റെ ഈ 5 ഉപദേശങ്ങൾ ശ്രവിക്കുക. 1, ഉൾക്കാഴ്ച നേടുക. വല്ലാതെ വിഷമിച്ച് മരണം മാത്രം മുന്നിൽ കണ്ട യുവാവ് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കുറിപ്പെഴുതി വെച്ചു, ഐ ആം ബിഗ് സീറോ. ദൈവം ഒന്ന് ചിരിച്ചു, എന്നിട്ട് ആ സീറോ അങ്ങ് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ എന്താണ് വായിച്ചെടുക്കാനാവുക? ഐ ആം ബിഗ്. അപ്പോൾ ഐ ആം ബിഗ് സീറോ എന്ന് എഴുതിയെടുത്ത് ദൈവം അയാൾക്ക് മറ്റൊരു വാക്യം കടം കൊടുക്കുന്നു, ഐ ആം ബിഗ്, ഞാൻ വലുതാണ്. വീണ്ടും പല പല പരാജയങ്ങളിലൂടെ കടന്നുപോയ യുവാവ് ദൈവത്തോട് പരാതി പറയുകയാണ്, ദൈവമേ, ഞാനൊരു മിസ്റ്റേക്കാണ്. ദൈവം പറഞ്ഞു, അങ്ങനെ പറയല്ലേ, കാരണം ഞാനൊരിക്കലും മിസ്റ്റേക്ക് നടത്താറില്ല. ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, എനിക്കെങ്ങനെ മിസ്റ്റേക്ക് വരും എൻ്റെ മകനെ? മറ്റൊരു പെൺകുട്ടി ജീവിതത്തിൽ ഒന്നിന് പുറകെ മറ്റൊന്നായി പല പല പ്രശ്നങ്ങൾ നേരിട്ട് അവസാനം താൻ ഒന്നുമല്ല എന്നൊരു ചിന്തയില്ലേ ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഞാൻ തോൽവിയാണ്. ദൈവം പറഞ്ഞു കൊടുത്തു, നിൻ്റെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത് നിൻ്റെ പരാജയത്തിൽ നിന്നും നീ പാഠം ഉൾക്കൊണ്ടില്ല എന്ന പരാജയം മാത്രമാണ്. ദ ഓൺലി ഫെയിലിയർ അബൌട്ട് യുവർ ഫെയിലിയർ ഈസ് യുവർ ഫെയിലിയർ ടു ലേൺ ഫ്രം യുവർ ഫെയിലിയർ. അതുമാത്രമാണ് പരാജയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യു ആർ നെവർ എ ഫെയിലിയർ. തോൽവി എന്ന് നിന്നെ വിളിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ദൈവം പറയും, ഉൾക്കാഴ്ച തരാൻ ഞാൻ, ഉള്ളിലേക്ക് നോക്കുക. നിന്നെ എൻ്റെ രൂപത്തിനും സാദൃശ്യത്തിലും ഞാൻ സൃഷ്ടിച്ചു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ രൂപപ്പെടുത്തി, ഞാൻ നിന്നെ കൺമണി എന്ന് വിളിച്ചു. പിന്നീട് നീ ഇരിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും ഞാൻ വിവേചിച്ചറിഞ്ഞു. ഞാൻ നിൻ്റെ കാല് വഴുതാൻ അനുവദിച്ചില്ല. ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ മയങ്ങുകയല്ല. ഈ ഉൾക്കാഴ്ചകൾ നിനക്കുണ്ടെങ്കിൽ പിന്നെ നിനക്കെങ്ങനെ നീ ഒരു ഫെയിലിയർ ആണെന്ന് പറയാൻ സാധിക്കും? നീ ഒരു ബിഗ് സീറോ ആണെന്ന് പറയാൻ സാധിക്കും? അതുകൊണ്ട് നെവർ സേ യു ആർ എ ബിഗ് സീറോ, ഓൺലി സേ യു ആർ ബിഗ് ആൻഡ് യു ആർ റിയലി ബിഗ്. 2, ദൈവം നൽകുന്ന അടുത്ത പാഠം, ഉൾക്കരുത്ത് കണ്ടെത്തുക. തിമോത്തി ഗാൾവേ എന്ന എഴുത്തുകാരി, അവർ കാറിലൂടെ സഞ്ചരിക്കുമ്പോൾ മഞ്ഞുകാലമാണ്. പെട്ടെന്ന് കാറ് മഞ്ഞിലേക്കങ്ങ് തെന്നി വീണുപോയി. അവർ മഞ്ഞിൽ നിലംപതിച്ചു. തണുത്തുറഞ്ഞ് കിടക്കുകയാണ്, മരണം കാത്ത് കിടക്കുകയാണ്. കാലിലൂടെ ഇങ്ങനെ തണുപ്പ് അരിച്ചിറങ്ങി വന്ന് ഏത് നിമിഷവും അവരെ മരണം പുൽകാം. പെട്ടെന്ന് അവർ ഒരു കാര്യം മനസ്സിലാക്കി, മരിക്കുന്നുറപ്പ്. എങ്കിൽ ഈ മരിക്കുന്ന ഈ അവസാന സമയം അല്പനേരം ദീപ്തമായ ചില ഓർമ്മകളുടെ സമയമാക്കി മാറ്റാം. അവർ ചുറ്റിലും നോക്കാൻ തുടങ്ങി. തണുത്തുറഞ്ഞ് കിടക്കുന്ന അന്തരീക്ഷത്തിൽ, തണുത്തുറഞ്ഞ് കിടക്കുന്ന ശരീരത്തിലെ ജീവശ്വാസത്തിൻ്റെ ആ ചലനം അവർ ശ്രദ്ധിച്ചു. അവർ പറയുന്ന ഒരു ഇന്നർ എനർജി ഈസ് ഫ്ലോയിങ് ഇൻ ആൻഡ് ഔട്ട് ആൻഡ് ദർ ഇസ് ദിസ് ഇന്നർ ഗെയിം, എ ഗ്രേസ്ഫുൾ ഗെയിം ഇൻസൈഡ്. അകത്തൊരു ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഗെയിം സംഭവിക്കുന്നുണ്ട്, ഒരു ഗ്രേസ്ഫുൾ ഗെയിം. അതോടുകൂടി അവരുടെ ചിന്തകളിൽ മരണം നിറഞ്ഞില്ല, ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞിരുന്നു. പതുക്കെ പതുക്കെ അവരുടെ മഞ്ഞുറഞ്ഞ അവസ്ഥ മാറി, അവർ ജീവിതത്തിലേക്ക് തിരികെ വന്നു. നിങ്ങൾ എന്നോട് ചോദിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിക്കാം, തീർച്ചയാണ്. കാരണം പുറത്തെ അവസ്ഥകളല്ല, അകത്തെ അവസ്ഥകളാണ് നിങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾ വല്ലാതെ ഉലഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ ഉൾക്കരുത്ത് നിങ്ങൾ കണ്ടെത്തുക. ഡാരുമ എന്ന പേരിലൊരു ജാപ്പനീസ് പാവയുണ്ട്. നിങ്ങളെ പാവയെ എടുത്തെറിയുക. എങ്ങനെ എടുത്തെറിഞ്ഞാലും അത് വീണ്ടും സ്വന്തം കാലിൽ നിവർന്നു നിൽക്കും. ഏതവസ്ഥയിലേക്ക് നിങ്ങളതിനെ എടുത്തെറിഞ്ഞാലും അത് നിവർന്നു നിൽക്കും. ഡാരുമയെപ്പോലെയായി മാറണം. ഒരു കലാകാരൻ മകളോട്
പറഞ്ഞു കൊടുക്കുന്നൊരു പാഠമുണ്ട്. മകൾക്ക് ആരോ പിറന്നാളിന് ഒരു വെളുത്ത തുവാല സമ്മാനിച്ചു. സുന്ദരമാണ്, പക്ഷേ അതിലേക്ക് കറുത്ത മഷി വീണു. അവൾ ആകെ വിഷമിച്ചു പോയി. അത്രയ്ക്ക് സുന്ദരമായ വെള്ള തുവാലയായിരുന്നു. അവൾ കരഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഈ കറുത്ത പാടിനെ കണ്ടിട്ടാണോ കരയുന്നത്? നമുക്ക് വീണെടുത്ത് വിദ്യ പ്രയോഗിക്കാം. അയാൾ ബ്രഷ് എടുത്തു, ചെറിയൊരു ചിത്രം വരച്ചു ചേർത്തു. ആ കറുത്ത പാടിൽ കമനീയ കല നിറഞ്ഞു വന്നു. അയാൾ പറഞ്ഞു, ഏത് കറുത്ത പാടിനെയും മാറ്റിയെടുക്കാനായിട്ട് നിൻ്റെ ഉള്ളിലുള്ള കരുത്തിന് സാധിക്കും, നിൻ്റെ അകത്തുള്ള കവിതയ്ക്ക് സാധിക്കും, അകത്തുള്ള കലയ്ക്ക് സാധിക്കും. അങ്ങനെയൊക്കെയല്ലേ ആളുകൾ ജീവനെ വീണ്ടും കരുപ്പിടിപ്പിക്കുക. സോ ജീവിതത്തിൽ നമ്മൾ ഇരുട്ട് കാലത്താണെങ്കിലും വെട്ടത്തിന് സാധ്യതയുണ്ടെന്ന് എപ്പോഴും നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് വായിച്ചതാണ്, ഏതോ ഒരു സ്ത്രീയെ മകൻ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇരുട്ടുമുറിയിൽ അടച്ചിട്ടു. ചെറിയൊരു ദ്വാരത്തിലൂടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും, അത്രമാത്രം. വർഷങ്ങളായിട്ട് അവർ വെട്ടം കണ്ടിട്ടില്ല. പിന്നെ ഏതൊക്കെയോ സോഷ്യൽ വർക്കേഴ്സ് ആ വീട്ടിൽ ചെന്ന് ഇവരെ ഇരുട്ടുമുറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സംഭവിച്ചെന്താണ്? ഇത്രയും നാൾ ഇരുട്ടിൽ കഴിഞ്ഞ അവർക്ക് വെട്ടത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ സയൻറ്റിഫിക് നിശ്ചയപ്രകാരം ഇതിനെ ഫോട്ടോഫോബിയ എന്ന് വിളിക്കും. അവർക്കിനി വെളിച്ചത്തെ നേരിടുവാൻ ഒരുപാട് ട്രെയിനിങ് വേണ്ടി വരും. നമ്മളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. അപ്പോൾ ഇരുട്ടത്ത് നിൽക്കുകയാണ്. തകർച്ചയുടെ നേരത്ത് നിങ്ങളുടെ ഉൾക്കരുത്തിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് ചോർന്നു പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, അകത്തെ കരുത്ത് നിങ്ങൾ കണ്ടെടുക്കുക. നിങ്ങളൊരു കരുത്തിൻ്റെ നിധിപ്പുരയാണ് എന്ന് തിരിച്ചറിയുക. മൂന്നാമതായിട്ട് ഉത്കണ്ഠ വിടുക. ദൈവം പറയുകയാണ്, എന്തിനാ ഇത്രയേറെ ഉത്കണ്ഠപ്പെടുന്നത്? ആകാശത്തിലെ പറവകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ടും ഞാൻ അവയെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഉത്കണ്ഠ വെടിയുക. വലിയ സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് ജീവിതത്തിൻ്റെ സകല കോട്ടകളും നിലംപരിശായൊരു നിമിഷം ധനികനായിരുന്ന ഇപ്പോൾ പാപ്പരായി തീർന്ന യുവാവ്, അയാൾ വെറുതെ നടക്കുകയാണ്. അയാൾക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നുകിൽ പള്ളിയിലേക്ക് കയറാം, അല്ലെങ്കിൽ അതിനപ്പുറത്തെ ബാറിലേക്ക് കയറാം. അയാളുടെ ജീവിതത്തിൻ്റെ നിയോഗ വഴികളിൽ വെട്ടമുണ്ടായി കാണണം. പള്ളിയാണ് ആദ്യം. അയാൾ കരുതി ആദ്യം പള്ളിയിൽ തന്നെ കയറാം. പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ഗായക സംഘം പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പാടുന്ന പാട്ടെന്താണ്? കാസ്റ്റ് യുവർ ബർഡൻ അൺടു ജീസസ്, ഹി കെയർസ് ഫോർ യു. നിൻ്റെ ഭാരങ്ങളെല്ലാം ജീസസിന് കൊടുക്കുക. ഹി കെയർസ് ഫോർ യു. അയാൾക്ക് പെട്ടെന്ന് ഭാരം ഇറങ്ങിയൊരവസ്ഥയാണ്. ദൈവം കനിവോടുകൂടി താഴേക്ക് ഇറങ്ങി വന്ന് ഭാരമെല്ലാം ഏറ്റെടുക്കുന്ന പോലെ. അപ്പോഴേക്കും അടുത്ത പാട്ട് മുഴങ്ങുകയായി. ലുക്ക് അറ്റ് ഹിം ആൻഡ് യു വിൽ ബി ഓൾ റൈറ്റ്. ലുക്ക് അറ്റ് ഹിം, യു ക്യാൻ മാനേജ്. അയാൾ ആ പാട്ട് ഏറ്റുപാടി. ലുക്ക് അറ്റ് ഹിം ആൻഡ് ഇറ്റ്സ് ഓക്കെ. ലുക്ക് അറ്റ് ഹിം ആൻഡ് യു ക്യാൻ മാനേജ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉത്കണ്ഠകളൊക്കെ ദൈവത്തെ ഏൽപ്പിക്കുക. കാസ്റ്റ് യുവർ ബർഡൻ അൺടു ജീസസ്, ഹി കെയർസ് ഫോർ യു എന്ന് നിങ്ങളോട് തന്നെ പറയുക. നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിസുന്ദരമായി ഈ ലോകത്തെ പരിപാലിക്കുന്ന ദൈവത്തിന് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ലോകത്തെ പരിപാലിക്കാൻ നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്തിന് ഇത്രക്കേറെ ഭയം, എന്തിന് ഇത്രക്കേറെ ഉത്കണ്ഠ? നിങ്ങളുടെ ചെറിയ ജീവിതത്തെ വലുതാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. പ്രശ്നം മുന്നിലുണ്ട്, ബിഗ് പ്രോബ്ലം മുന്നിൽ നിൽക്കുമ്പോൾ പറയുക, പ്രോബ്ലമേ നിന്നേക്കാൾ വലിയൊരു ദൈവം എനിക്കുണ്ട്. ബിക്കോസ് ഐ ഹാവ് എ ബിഗ് ലോഡ്, ഐ ക്യാൻ ഫേസ് യു ദ ബിഗ് പ്രോബ്ലം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉത്കണ്ഠ വെടിഞ്ഞ് മുന്നോട്ട് പോവുക. അടുത്തായിട്ട് ഉത്സാഹം വീണ്ടെടുക്കുക. ദൈവം പറയുകയാണ്, നീ എന്തിനിങ്ങനെ ഉദാസീനനായിട്ട് നിൽക്കുക? അറബികൾ പറഞ്ഞു തരുന്ന കഥയുണ്ട്. ഒരാൾ കാട്ടിലകപ്പെട്ടു, മുറിവേറ്റ് കിടക്കുകയാണ്. അയാൾ ദൈവത്തെ വിളിച്ച് പറയുന്നുണ്ട്, ദൈവമേ എന്നെ സഹായിക്കുക, എന്നെ സഹായിക്കുക. അപ്പോൾ അയാളൊരു കാഴ്ച കണ്ടു. മുറിവേറ്റ് കിടക്കുന്ന ഒരു കുറുക്കന് ഭക്ഷണവുമായിട്ടൊരു പുലി എത്തുന്നു. കുറുക്കനെ അത് ഊട്ടുന്നു. അപ്പോൾ ഇയാൾ ദൈവത്തോടും, ദൈവമേ കണ്ടില്ലേ ഈ പുലിയെപ്പോലെ നീ ആരെങ്കിലും അയക്കുക ഭക്ഷണമായിട്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, എടാ നീ എന്തിനാണ് ആ കുറുക്കനിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നത്? നീ എന്താ ചെയ്യേണ്ടത്? ആ പുലിയെപ്പോലെ മറ്റൊരാൾക്ക് അന്നമായി മാറുകയല്ലേ. പക്ഷെ അതിന് പകരമായിട്ട് നീ കാലൊടിഞ്ഞ് മുടന്തനായി കിടക്കുന്ന കുറുക്കനെ അനുകരിക്കുകയാണ്. നീ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം?
ശരിയല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ വല്ലാതെ തകർച്ചയുടെ സമയത്തായിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റിയെ പുലരാനാണ് വലിയ ആഗ്രഹം. പക്ഷേ അകത്ത് പോസിറ്റിവിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ നെഗറ്റിവിറ്റി മാറ്റാൻ പോസിറ്റിവിറ്റിയുമായി മറ്റൊരാൾ വരുമെന്ന് ചിന്തിക്കരുത്. യു ആർ ദ സോഴ്സ് ഓഫ് പോസിറ്റിവിറ്റി. Don't be the source of negativity. And then once you begin to touch the positivity within you, the whole world around you begin to be positive. അതല്ലേ സംഭവിക്കേണ്ടത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉത്സാഹത്തോടെ മുന്നോട്ട് വരിക. ഇനി നിങ്ങളൊന്നും ചെയ്യാതെ അലസതയോട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുക? ഈസോപ്പ് കഥയുണ്ടല്ലോ, വല്ലാത്ത വഴിയിലൂടെ മഴ പെയ്യുന്ന നേരത്ത് ഒരാൾ കാളവനിൽ സഞ്ചരിക്കുകയാണ്. വണ്ടിയുടെ ചക്രങ്ങൾ ചേറ്റിൽ താഴ്ന്നുപോയി. അവൾ കാള അത് പൊക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇയാൾ കൈ നീട്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പെട്ടെന്ന് താഴേക്കിറങ്ങി വരിക, അല്ലെങ്കിൽ മാലാഖമാരെ അയക്കുക ഈ ചക്രം ഉയർത്തിവിടാൻ. അപ്പോൾ ദൈവം പറഞ്ഞു, എടാ നീയാണ് അവിടെ മാലാഖയായിട്ട് മാറേണ്ടത്. ആ പാവപ്പെട്ട കാള ചക്രം ഉയർത്താൻ ശ്രമിക്കുന്ന കണ്ടില്ലേ? ആ കാളയെ സഹായിക്കാൻ വേണ്ടി നീ മാലാഖയായി സ്വയം മാറുന്നതിന് പകരം മറ്റേത് മാലാഖ വരുമെന്നാണ് നീ കാത്തിരിക്കുക? അതുകൊണ്ട് അലസത വെടിയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഒന്നും ചെയ്യാതെ അകത്ത് മുറിയടച്ച് ഇരുന്നിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതരുത്. ട്രൈ ടു ബി അറ്റ് യുവർ ബെസ്റ്റ് ആൻഡ് ഗീവ് ദ റെസ്റ്റ് ഇൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് ഹീ നോസ് ബെസ്റ്റ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു എന്ന് പണ്ടത്തെ നഴ്സറി കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഉത്സാഹത്തോടെ മുന്നോട്ട് വരിക. ഇനി എന്തൂസിയാസം എന്ന പദം എടുക്കുക. എൻ പ്ലസ് തിയോ പ്ലസ് ഔസിയ, അതായത് ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ എസൻസാണ് എന്തൂസിയാസം. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടൊപ്പം ചേർന്ന് എനിക്കെല്ലാം നേരിടാനാവുമെന്ന് പറയുക. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ഹു സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാകൂ എന്ന് ഉറക്കെ പറയുക. എന്നിട്ട് ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമിടുക. അവസാനമായിട്ട് ഉയർത്തെഴുന്നേൽക്കുക. നിങ്ങളിപ്പോൾ തകർച്ചയിലാണ്, നിങ്ങളിപ്പോൾ തളർന്നു കിടക്കുകയാണ്, നിങ്ങളിപ്പോൾ മുടന്തിനെ പോലെയാണ്, നിങ്ങളിപ്പോൾ നഷ്ടപ്പെട്ടവനാണ്, കാണാതായി പോയവനെ പോലെയാണ്. പക്ഷേ നിങ്ങൾക്കും ഒരു ഉയർപ്പ് സാധ്യമാകും. സോ awake and rise from the deep slumber എന്ന് പണ്ടത്തെ ഋഷി പറഞ്ഞതുപോലെ നിങ്ങൾ ഈ മയക്കം വിട്ട് ഉണരുക. വിൻസെൻ്റ് വാൻ ഗോഗ് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ മാസ്റ്റർ പീസ് ചിത്രം ഏതാണ്? വിൻസെൻ്റ് വാൻ ഗോഗ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം, ദിസ് ഈസ് ദ മാസ്റ്റർ പീസ് വൺ. സത്യമല്ലേ? നിങ്ങളുടെ ജീവിതം പണ്ടെങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് വർഗീടാകണ്ട. നിങ്ങളുടെ ജീവിതം നാളെ എങ്ങനെയാവും? ഒരുപാടൊന്നും ഉത്കണ്ഠപ്പെട്ട് ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജീവിതം ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോഴത്തെ ജീവിതം മാസ്റ്റർ വർക്കാക്കി മാറ്റുക. ഇപ്പോഴത്തെ ജീവിതം ബെസ്റ്റ് സോങ് ആക്കി മാറ്റുക. ഇപ്പോഴത്തെ ജീവിതം എക്സലൻ്റ് ആക്കി എക്സലൻസിൻ്റെ സിഗ്നേച്ചർ ചാർത്തുക. അത് തന്നെയല്ലേ നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അകത്ത് ആരോ പറയുന്നുണ്ട്, സ്റ്റാർട്ട് അഗെയിൻ, വീണ്ടും തുടങ്ങുക. കണ്ണ് ഉയർത്തിയിട്ട് മഴവില്ല് കാണുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, ജീവിതം ഞാൻ വീണ്ടും കരുപ്പിടിപ്പിക്കാൻ പോവുകയാണ്. നാളെയല്ല, ഇന്ന്. ടുഡേ ഈസ് ദ ഡേ. നല്ല യാത്ര നേരുന്നു.